അഡോബി ഫോട്ടോഷോപ്പ് ടൂൾസിൽ നെക്സ്റ്റ് നമ്മൾ കവർ ചെയ്യുന്ന ടൂൾ പെയിന്റ് ബക്കറ്റ്. ഈ ഒരു ടൂൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് മിക്കവർക്കും അറിയായിരിക്കും. നമ്മൾ MS പെയിന്റ് തുടങ്ങി കണ്ടുവരുന്ന ഒരു ടൂളാണ് ഇത്. അതായത് നമുക്ക് ആവശ്യമുള്ളൊരു കളറ് നമ്മുടെ ഇമേജിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഗ്രേയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇമേജിൽ എത്രത്തോളം പോർഷൻ ഗ്രേ ഉണ്ടോ അവിടെയൊക്കെ ഈ റെഡ് കളർ, അതായത് ഫോർഗ്രൗണ്ട് കളറായിട്ട് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന റെഡ് കളർ ഫില്ലായി. നമ്മൾ നേരത്തെ നോക്കിയ മാജിക് വാണ്ട് ടൂൾ അല്ലെങ്കിൽ മാജിക് ഇറേസർ ടൂൾ പോലെ തന്നെയാണ് ഈ ഒരു ടൂളും വർക്ക് ചെയ്യുക. പക്ഷേ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ റിമൂവ് ചെയ്യുക എന്നുള്ളതിന് പകരം ഫോർഗ്രൗണ്ടിൽ എന്ത് കളർ ഉണ്ടോ ഈ ഒരു ടൂൾ ആ കളർ അത്രയും ഏരിയയിൽ ഫില്ല് ചെയ്യും. നമ്മൾ ടോളറൻസിൻ്റെ ലെവൽ വേരി ചെയ്യുന്നതിനനുസരിച്ച് ഈ ഒരു ടൂളിൻ്റെ ഫില്ല് ചെയ്യുന്ന റേഞ്ചിനും വ്യത്യാസം വരും. അതേസമയം നമ്മളൊരു എംറ്റി ലെയറിൻ്റെ മുകളിലാണ് ഈ ഒരു ടൂൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഫോർഗ്രൗണ്ട് കളർ ആ ലെയർ കംപ്ലീറ്റ് ഫില്ല് ചെയ്യും. അതേപോലെ തന്നെ നമുക്കൊരു പോർഷൻ മാത്രം സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലും ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ സെലക്ഷൻ ടൂൾ എടുത്തിട്ട് ഇങ്ങനെ ഒരു സ്ക്വയർ ഇവിടെ വരച്ചു, നമ്മൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ ഫില്ല് ചെയ്യുകയാണ്. ഈ ഒരു പ്രോപ്പർട്ടി ബക്കറ്റിന് മാത്രമല്ല വേറെ ഏത് ഫില്ലിംഗ് ടൂളിനും സിമിലർ ആണ്. അതിപ്പോൾ ബ്രഷ് ആണെങ്കിലും നമ്മൾ ഒരു പോർഷൻ സെലക്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടൂള് അതിൻ്റെ ഉള്ളിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. നമ്മൾ ബ്രഷ് കൊണ്ട് വരച്ച ഈ പോർഷനിൽ നമുക്ക് പെയിന്റ് ബക്കറ്റ് ടൂളൊന്ന് യൂസ് ചെയ്ത് നോക്കാം. ഇത് ക്ലോസ്ഡ് ബൗണ്ടറി ആയതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ കളർ ഫില്ലാവും. അതേസമയം ഇത് ഓപ്പൺ ആണ്, ഈ ഒരു പോർഷൻ ഓപ്പൺ ആയിരുന്നു അതുകൊണ്ട് കംപ്ലീറ്റ് ഫില്ലായി. ഇത് ക്ലോസ്ഡ് ആണ്, അവിടെ മാത്രം. ഇത് ഓപ്പൺ ആണ്, ഈ ഒരു പോർഷൻ കണ്ടോ. ഇങ്ങനെയാണ് ശരിക്കും പെയിന്റ് ബക്കറ്റ് ടൂള് വർക്ക് ചെയ്യുക. അതായത് ക്ലോസ്ഡ് ആയിട്ടൊരു സർഫസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലായിരിക്കും ഈ ടൂള് ഫില്ലാവുക. അല്ല, ഓപ്പൺ ആയിട്ടാണ് കിടക്കണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം അതിൻ്റെ ടോളറൻസ് അനുസരിച്ച് അതിന് കവർ ചെയ്യാൻ പറ്റുമോ അത്രയും പോർഷൻ കവർ ചെയ്യും.